ഹാദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ മനഃപൂർവം കരുതിക്കൂട്ടി നാളത്തെ ലോകത്ത് നാശം നേടിയെടുക്കുകയില്ല. പരമാവധി എത്രത്തോളം വിജയം കൊയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുകയാണ് ഒരു ബുദ്ധിശാലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കർത്തവ്യമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ്. സ്വയം നാശത്തിലേക്ക് ചെന്നു വീഴാൻ, ആ നിലയ്ക്ക് ജീവിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നവരല്ല, നമ്മളത് താല്പര്യപ്പെടുന്നവരുമല്ല. അങ്ങനെയുള്ള നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം ഉത്ബുദ്ധരാക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്രയും മർമ്മപ്രധാനമായി പഠിപ്പിക്കുന്ന സൂറത്തുൽ മാഊൻ, നമുക്കൊക്കെ മനഃപാഠമുള്ള സൂറയാണ്. ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസി ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. വിശ്വാസികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ഉപദേശങ്ങൾ നൽകുകയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങൾ കടന്നു വരാൻ പാടില്ല. അല്ലാഹുവിനെ അംഗീകരിക്കുകയും വിശുദ്ധ ദീന് പൊരുത്തപ്പെടുകയും ചെയ്യുന്ന മുഅ്മിൻ ഇനി പറയാൻ പോകുന്ന ചില ആയത്തുകളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അത്രയും പൊള്ളുന്ന ചില കാര്യങ്ങളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്നു, ആദ്യമായി അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. എത്ര വലിയ കാഠിന്യമുള്ള ഒരു ചോദ്യമാണ് അല്ലാഹു ചോദിച്ചത്. അറഅയ്ത, ഓ ബുദ്ധിയുള്ള മനുഷ്യ, നീ അറിഞ്ഞില്ലേ, നീ കാണുന്നില്ലേ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ആ ചോദ്യമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എല്ലാ മുഅ്മിനീങ്ങളോടും ബുദ്ധിയുള്ള എല്ലാ ആളുകളോടുമാണ് റബ്ബിന്റെ ഈ ചോദ്യം വരുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളങ്കപ്പെടുത്തുന്ന ആളുകളെ നിങ്ങൾക്കറിയില്ലേ? അവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. ഈ സൂറത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഉസ്താദ് നിങ്ങളോടത് വിശദീകരിച്ചിട്ടുണ്ടാകും. ഖുർആനിലെ മർമ്മപ്രധാനമായ അധിക സൂറകളും ഇറങ്ങാൻ ചില കാരണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിട്ടുണ്ടാകും. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാരണമാണ് മക്കി എന്നറിയപ്പെടുന്ന ഈ സൂറത്ത് ഹിജ്റക്ക് മുമ്പ് മുത്തുനബിക്ക് അവതരിപ്പിക്കപ്പെട്ട സൂറയാണ്. മക്കയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഒരു ഭക്ഷണ സാധനം ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു ചെറിയ അനാഥ ബാലനായ കുട്ടി ഓടിവരികയാണ്. എന്നിട്ട് അബൂ ജഹലിനോട് ആ കുട്ടി ഒരൽപ്പം ഭക്ഷണം തരുമോ എന്നൊരു യാചനാസ്വരത്തിൽ ചോദിച്ച സമയത്ത് അബൂ ജഹൽ ശക്തമായ ഭാഷയിൽ ആ കുട്ടിയെ തടഞ്ഞുപോയി. ഭക്ഷണം തരാൻ കഴിയില്ല എന്ന് യാതൊരു മനസ്സാക്ഷി കുറ്റമില്ലാതെ അബൂ ജഹൽ മറുപടി പറഞ്ഞു. ഈ മറുപടി തന്റെ കിങ്കരന്മാര് അനുചരന്മാര്
അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അവർ ഈ കുട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂജഹലിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കിട്ടിയിട്ട് നീ കഴിക്കൂല, നിനക്ക് ഭക്ഷണം വേണോ? നീ വിശ്വസിക്കുന്ന മുഹമ്മദിന്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞോ? അബൂജഹലിന്റെ അനുയായികൾ ഇതൊരു ഉപദേശം നടത്തിയതല്ല. പണ്ഡിതന്മാര് വിവരിക്കുന്നു, റസൂലുള്ളാഹിനെ പരിഹസിച്ചു പറഞ്ഞതാണ്. മുഹമ്മദിന്റെ അടുക്കൽ പോയി നോക്ക്, ഭക്ഷണം കിട്ടുമോന്ന് അവിടെ നോക്ക് എന്ന് ആ ഒരു എന്ന ശൈലിയിൽ ഈ കുട്ടിയോട് ഇവര് പറഞ്ഞതാണ്. കുട്ടിക്ക് ഇവര് പരിഹസിച്ചതാണോ അല്ലയോ എന്നൊന്നും മനസ്സിലായില്ല. ആ കുട്ടി ഉടനെ തന്നെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. പരാതി കേട്ട സമയത്ത് ഹബീബിന് കാര്യം ബോധ്യപ്പെട്ടു. അവിടുന്ന് ഈ കുട്ടിയോടുകൂടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അബൂജഹലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ശക്തമായ ഭാഷയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിനോട് ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ്. ഈ കുട്ടിക്ക് അർഹതപ്പെട്ട ഭക്ഷണം കൊടുത്തോളണം, വേണ്ട സഹായങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്തോളണം. റസൂലുള്ളാഹി തങ്ങൾ അബൂജഹലിനോട് ആവശ്യപ്പെട്ട സമയത്ത് യജമാനൻ തന്റെ അടിമയോട് കൽപ്പിക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ കൽപ്പന കേട്ടപ്പോൾ അബൂജഹൽ ഉടനെ തന്നെ കൽപ്പനക്കങ്ങ് വഴിപ്പെടുകയാണ്. ആവശ്യമുള്ള ഭക്ഷണം മുഴുവനും ഈ കുട്ടിയുടെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ അനുയായികൾ ചോദിച്ചു, അല്ല നേതാവേ, ഒരല്പസമയം മുമ്പല്ലേ നിങ്ങളിവിടെ ഗീർവാണം മുഴക്കിയത്, ഈ കുട്ടിയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത്, ഭക്ഷണം തരൂല എന്ന് ശക്തമായ ഭാഷയിൽ നിങ്ങൾ പ്രതികരിച്ചത്, എന്തേ മുഹമ്മദ് നബി വന്ന് ഒന്ന് ശബ്ദിച്ചപ്പോഴേക്ക് നിങ്ങളുടെ ധൈര്യം ചോർന്നുപോയോ? അബൂജഹൽ മറുപടി പറയാണ്, എന്താ ചെയ്യാ, എനിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. നോക്കണം, ആ പരമധിക്കാരി അവിടെയും മറുപടി പറയാണ്, ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മുഹമ്മദ് വന്ന് എന്റെ മുമ്പിൽ വെച്ച് ഈ വിഷയം ആവശ്യപ്പെടുന്ന സമയത്തോ അദ്ദേഹത്തിന്റെ രണ്ട് ചുമലുകളിൽ വലിയ ശക്തരായ രണ്ട് നരികൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ നരികൾ എന്റെ ശരീരത്തിലേക്ക് വീണ് എന്നെ കീഴ്പ്പെടുത്തുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അക്കാരണം കൊണ്ട് ചെയ്തതാണ് എന്ന് അബൂജഹൽ മറുപടി പറയുമ്പോ ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അവതരിക്കപ്പെടുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളങ്കപ്പെടുത്തുന്ന കളവാക്കുന്ന ജനങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അബൂജഹലിന്റെ സ്വഭാവം വിശദീകരിച്ചു തരാനാണ് ഈ ആയത്ത് സൂറത്ത് ഇറങ്ങിയതെങ്കിലും മഹാന്മാര് വിശദീകരിക്കുന്നു, എല്ലാ ജനങ്ങൾക്കും ഇത് ബാധകമാണ്. ഇനി പറയാൻ പോകുന്ന ചില വിശേഷണങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ ആരുടെയൊക്കെ ശരീരത്തിൽ, ആരുടെയൊക്കെ ജീവിതത്തിലുണ്ടോ അവർക്ക് മുഴുവനും ഇത് ബാധകമാണെന്ന് വിശുദ്ധ ഇസ്ലാം. അല്ലാഹ് ചോദിക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളങ്കപ്പെടുത്തുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ്. ദീനെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിച്ച കാലം ഈ ഭൂമിലോകത്തൊരു മനുഷ്യൻ ജീവിക്കുകയും ശേഷം ഇവിടെ നിന്ന് മരിക്കുകയും ചെയ്തിട്ട് നാളത്തെ ലോകത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നൊരു രംഗമുണ്ട്. ആ ഒരു വലിയ രംഗത്തെ നിഷേധിക്കലാണ്. എന്ത് മഹ്ശറ, എന്ത് ഹിസാബ്, എന്ത് സ്വർഗം, എന്ത് നരകം, അതൊക്കെ സംഭവിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് അതിനെ കൊച്ചാക്കുന്ന ആളുകളാണ് ദീൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആ നിലക്ക് റബ്ബിന്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ്
ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാര് പറയുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, ഈ സദസ്സ് ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു വിശേഷണമുണ്ട്. എന്താണത്? കേവലം നാളത്തെ ലോകത്തെ നിഷേധിക്കല് മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്യല് മാത്രമല്ല, അല്ലദീ യുകദ്ദിബു ബിഹുക്മില്ലാഹ്, റബ്ബിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വിശാലമായ ഭൂമിലോകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടെ മുന്നോട്ടു പോകാൻ അല്ലലുകളും അലട്ടലുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരമാവധി സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഒരുപാട് നിയമങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളെ ചാടിക്കടക്കുന്നവനാരാണോ സ്വയം താൽപര്യങ്ങൾക്ക് വേണ്ടി, ഇഷ്ടാനുസരണങ്ങൾക്ക് വേണ്ടി ദീനിന്റെ നിയമങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവനാരുണ്ടോ അവ വിഭാഗം മുഴുവൻ ആളുകളും അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളങ്കപ്പെടുത്തിയ വിഭാഗത്തിൽ പെട്ടുപോകുന്നതാണ്. അല്ലാഹു സാധുക്കളായ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇനി പറയാൻ പോകുന്ന ചില വിശേഷണങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെറിയ രൂപത്തിലങ്ങ് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചില ആളുകൾക്ക് കാണുന്ന സ്വഭാവങ്ങളാണോ എന്ന് നമ്മുടെ മനസ്സിൽ അറിയാതെ തോന്നിപ്പോവുകയാണ്. ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ദീനിന് പുല്ല് വില കൊടുക്കാതെ, നിയമങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ, സ്വയം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കുന്ന, ന്യായീകരിക്കുന്ന സ്വഭാവമുള്ളവര് എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നവരാണ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ട് ഇനി ആ ആളുകൾക്ക് എന്തായിരിക്കും അവരുടെ വിശേഷണങ്ങളെന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്നങ്ങോട്ടുള്ള ആയത്തിൽ ഫദാലികല്ലദീ യദ്ഉൽ യതീം, ആ മനുഷ്യർക്കുണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം അതായിരിക്കും. മഹാന്മാർ വിശദീകരിക്കുന്നു, അടിസ്ഥാനപരമായി രണ്ട് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ പിടികൂടും. ഒന്ന്, സൃഷ്ടികളോടുള്ള എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും വഷളായവരായിരിക്കും. സൃഷ്ടികൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാകൂല, ആർക്കും ഒരു നല്ല അഭിപ്രായം പറയാനുണ്ടാകൂല, ആരും അയാളെ കണ്ടാൽ ഒരു സന്തോഷിക്കുന്ന നോട്ടം നോക്കൂല. ആ നിലക്ക് സൃഷ്ടികളോടുള്ള എല്ലാ ബന്ധവും വഷളാകുന്നവരായിരിക്കും ഈ വിഭാഗങ്ങൾ. രണ്ടാമത്തെ അടിസ്ഥാനപരമായ വിശേഷണം, സൃഷ്ടികളോട് ബന്ധമില്ല എന്ന് മാത്രമല്ല, സ്രഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് പോലും പുല്ല് വില കൊടുക്കൂല. അല്ലാഹുവിനെയും ചോദ്യം ചെയ്യുന്ന നടപടികളായിരിക്കും ഈ ജനങ്ങളുടെ സ്വഭാവങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് സൂചിപ്പിക്കുന്നത്, ഏത് നിലക്കാണ് സൃഷ്ടികളോടുള്ള ബന്ധം മോശമാകുന്നത്, അതിലൊന്നാമത്തെ കാരണം വരുന്നത് ഫദാലികല്ലദീ യദ്ഉൽ യതീം. ഈ വിശാലമായ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചില വിധികളും ചില നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നവരുടെ ഒന്നാമത്തെ വിശേഷണം ഈ നാട്ടിൻപുറങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്തമായി മാറുന്ന അനാഥ ബാല്യങ്ങളോട് തീർത്തും അവഗണന നടത്തുന്നവരാണ്. ബാപ്പ നഷ്ടപ്പെട്ടപ്പോൾ പരിപാലിക്കാൻ ആളുകളില്ലാതെ, വേണ്ടതുപോലെ വളർത്താൻ ആളുകളില്ലാതെ, നിരാലംബയായ ഉമ്മ വരെ കുഴങ്ങിപ്പോകുന്ന രൂപത്തിൽ ജീവിക്കുന്ന മക്കള്, ആ മക്കൾ ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ സമുദായത്തിൽ സ്വാധീനമുള്ള, ഐശ്വര്യമുള്ള ജനങ്ങൾ ആ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ അർഹതപ്പെട്ടവരാണ്. എന്നാൽ ആ ചെറിയ മക്കളോട് യാതൊരു കാരുണ്യവുമില്ലാതെ പെരുമാറുന്ന ആളുകളായിരിക്കും ഇവരെന്ന്
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം സ്വന്തം കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ജേട്ടൻ മരിച്ചപ്പോ ആ ജേട്ടന്റെ ചെറിയ കുഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വത്തിലായി പോയി. നമ്മുടെ തൊട്ടടുത്ത അയൽക്കാരൻ മരിച്ചപ്പോ ആ കുഞ്ഞിനെ നോക്കാനുള്ള കടമ നമ്മുടെ ചുമലിലായി പോയി. ആ നിലക്ക് സമുദായത്തിന്റെ ഭാരമായി മാറുന്ന അനാഥ ബാല്യങ്ങളോട് കരുണയില്ല എന്ന് മാത്രമല്ല, ആ മക്കളെ ആക്രമിക്കുകയും അവർക്ക് അർഹതപ്പെട്ട അവരുടെ ഹക്കുകളും അവകാശങ്ങളും പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പ്രിയപ്പെട്ട ജേട്ടൻ വിട പറയുമ്പോ, അനുജം വിട പറയുമ്പോ, നമ്മളെ കയ്യിലേൽപ്പിച്ചു പോകുന്ന ചെറിയ കുട്ടി, ആ കുട്ടിക്ക് അർഹതപ്പെട്ട ഒരു സ്വത്തോ അർഹതപ്പെട്ട വല്ലതുമോ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പോക്കറ്റിലാക്കിയാൽ ഈ പറയപ്പെടാൻ പോകുന്ന വിശേഷണമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അറിയാതെ നമ്മൾ പെട്ടുപോകുന്നതാണ്. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ശക്തമായ ഭാഷയിൽ ഈ യതീമിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും തടഞ്ഞു വെക്കാൻ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ചെയ്യുന്ന ആളായിരിക്കും അദ്ദേഹമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം തൊട്ട അയൽപക്കത്തെ വീട്ടിലൊരു യതീമായ കുട്ടിയുണ്ട്, ഒരു അനാഥ ബാലനുണ്ട്. ആ കുഞ്ഞിനോടൊരു സഹതാപത്തിന്റെ മനസ്സില്ല എന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ വലിയ VIP-കളെ വിളിച്ച് വലിയ സൽക്കാരം നടത്തുമ്പോ ആ സൽക്കാരത്തിലൊരു ചെറിയ പങ്ക് ആ കുഞ്ഞിമോന് കൊടുക്കാൻ പോലും ഈ മനുഷ്യരുടെ മനസ്സ് സമ്മതിക്കൂല. എത്രത്തോളം മനസ്സാക്ഷി നഷ്ടപ്പെട്ടവരാണവര്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, തൊട്ടടുത്ത വീട്ടിലോ കുടുംബത്തിലോ ഒരു അനാഥ ബാലനുണ്ടെങ്കിൽ ആ കുട്ടിയെ ക്ഷണിക്കപ്പെടാത്ത ഒരു സൽക്കാരം അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ട. ആ നിലക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു അതിഥി സൽക്കാരം അത് അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ വിളിക്കുന്ന എല്ലാ മുതലാളിമാരുടെ കൂട്ടത്തിലേക്കും തന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിലേക്ക് ഈ ചെറിയ കുട്ടിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പവർ എത്രയാണെന്ന് മുത്തുനബി പറഞ്ഞു തരുന്നുണ്ട്. ഒരു അനാഥ ബാലൻ പങ്കെടുക്കുന്ന ഒരു സൽക്കാരത്തെക്കാൾ ഏറ്റവും പുണ്യമുള്ളൊരു സൽക്കാരം ഭൂമിലോകത്തിൽ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആ നിലക്കൊരു മനസ്സ് കാണിക്കാതെ ഈ അനാഥ ബാലനോട് എല്ലാ നിലക്കും അക്രമം ചെയ്യുന്ന ആളുകളുണ്ട്. ആ കുട്ടിക്കൊരു ലവലേശം കാരുണ്യം പോലും ചെയ്തു കൊടുക്കൂലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഈ സൂറയിലൂടെ നമ്മളെ ഈ കാര്യം ഉത്ബോധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഈ ചെറിയ കുട്ടിയുടെ യതീമായി തീർന്നത് ആ കുട്ടി ചെയ്ത തെറ്റല്ലല്ലോ. ആ കുട്ടിയുടെ ബാപ്പ മരിച്ചത് ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ടല്ലല്ലോ. ആ നിലക്ക് സമുദായത്തിന്റെ ബാധ്യതയായി തീർന്ന കുട്ടികളെ മാറോടണുക്കാനും ആ കുട്ടികൾക്ക് വാത്സല്യം ചെയ്തു കൊടുക്കാനും ആര് തയ്യാറാകുന്നുണ്ടോ അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ വലിയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ എത്ര യതീമക്കളെയാണ് പോറ്റുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ അനാഥ ബാലനെ സംരക്ഷിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ കുട്ടിക്ക് വേണ്ട എല്ലാ ചെലവുകളും വഹിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇല്ലെങ്കിലും കഴിവിന്റെ പരമാവധി ആ കുഞ്ഞുമോനുമായൊന്ന് സഹകരിക്കണം. അതിനും നമുക്ക് കഴിയൂലേ. ചെയ്യുന്ന ആളുകളെ
സംരക്ഷിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ നമ്മൾ പോകരുത്, അവർക്കെതിരെ തെറിവാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ പോകരുത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ മരിച്ചാൽ ആ ചെറുപ്പക്കാരന് 5 or 6 പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും അനാഥ ബാല്യങ്ങളോട് വേണ്ടാത്ത രൂപത്തിൽ പെരുമാറുന്നവരുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ കേൾക്കുമ്പോ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ മരിച്ചിട്ട് അയാളെ മയ്യത്തുമായി നാട്ടുകാരോടുകൂടെ ഈ കുട്ടിക്കുമുണ്ടല്ലോ പള്ളിയിലേക്കൊരു പോക്ക്. പള്ളിയിൽ വെച്ച് ആ ബാപ്പയുടെ മയ്യത്ത് നിസ്കരിച്ചതിനു ശേഷം ആ ഉപ്പയുടെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക്, കബറിന്റെ പരിസരത്തിലേക്ക് നീങ്ങി 6 അടി മണ്ണിലേക്ക് പൊന്നുപ്പാന്റെ മയ്യത്തൊന്നെടുത്ത് വെച്ചിട്ട് മൂടുകല്ല് വെച്ച് പിടിമണ്ണ് വാരിയിട്ട് കബറടക്ക കഴിഞ്ഞതിനു ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ആ കുഞ്ഞുമോനും ഒരു തിരിച്ചു നടക്കലുണ്ട്, ഒരു തിരിഞ്ഞു പോരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് ആ കുട്ടി പോകുന്നത്? സ്നേഹം തന്നിരുന്ന, വാത്സല്യം തന്നിരുന്ന, സംരക്ഷണം തന്നിരുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പയും പോയല്ലോ. ആ ഒരു വേദനയോടുകൂടെയല്ലേ ആ കുഞ്ഞിമോന് പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത്. ആ കുട്ടിയെ സ്വമനസ്സാലെ, സന്തോഷത്തിന്റെ മനസ്സാലെ ആര് സ്വീകരിക്കുന്നുണ്ടോ? മൻ ലമ്മ യതീമൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അനാഥ ബാലൻ ഒരാള് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യതീമിന്റെ വേദന അറിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖദ് വജബത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. ഞങ്ങളെ നാട്ടിലെ യതീമുകളെയും അനാഥ ബാല്യങ്ങളെയും സംരക്ഷിക്കുന്ന ആളുകൾക്ക് കഴിവിന്റെ പരമാവധി ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാരണം കൊണ്ട് ഈ പറയപ്പെട്ട വലിയ ഓഫറിന്റെ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അത്രയും വലിയ പവറാണ്. ഫഖദ് വജബത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള പവറല്ല, അനാഥ മക്കൾക്ക് വിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കടുത്ത ഹൃദയമാണോ നമുക്കുള്ളത്? ഒരാളോടും ഒരു സ്നേഹമില്ല, ആരോടും ഒരു വാത്സല്യ, ഒരു താല്പര്യമില്ല, ഒരു നല്ല നിലക്ക് ആരോടും പെരുമാറാനും കഴിയൂല. അങ്ങനെയാണോ നമ്മുടെ മനസ്സ്? ആ മനസ്സിനെ ഒന്ന് മയപ്പെടുത്താൻ ഏറ്റവും വലിയൊരു മരുന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്ത്? അനാഥ ബാല്യങ്ങളെ പിടിച്ച് തലോടിയാൽ, യതീമക്കളുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് തലോടി കൊടുത്താൽ അല്ലാഹു തആല ഹൃദയത്തിന് മയം തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിവിന്റെ പരമാവധി ആ മക്കൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. എത്രത്തോളമെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പുണ്യം വിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മദീനത്തെ പള്ളിയിലിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിലേക്ക് ഒരു ചെറിയ കുട്ടി കടന്നു വരികയാണ്. എന്നിട്ട് ആ കുട്ടി വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അന യതീമുൻ സഗീർ, ഞാനൊരു അനാഥ ബാലനാണ് നബിയേ. ആ കുഞ്ഞിമോന് റസൂലുള്ളാന്റെ മുമ്പിൽ പരാതി പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാനോട് പറയുന്നു, വ ഇന്നലീ ഉമ്മൻ അർമിലാ, എനിക്ക് വേണ്ട വിദ്യാഭ്യാസം വേണ്ടതുപോലെ തരാനോ, ആവശ്യമുള്ള ഭക്ഷണം പാകം ചെയ്ത് തരാനോ കഴിവില്ലാത്ത
നിരാലംബയായ ഒരു ഉമ്മയുമുണ്ട് നബിയെ എന്റെ വീട്ടിൽ. എന്റെ ബാപ്പ നേരത്തെ മരിച്ചുപോയതാണ്. ഈ കുട്ടി വന്ന് മുത്തുനബിയോട് പരാതി പറഞ്ഞപ്പോ യതീമിന്റെ വേദന അനുഭവിച്ചറിഞ്ഞ മുഹമ്മദ് മുസ്തഫ, അറിയാമല്ലോ നമുക്ക് പൊന്നുപ്പാന്റെ വാത്സല്യം എന്താണെന്ന് മുത്തുനബി അനുഭവിച്ചിട്ടില്ലല്ലോ. ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള തങ്ങൾ ലോകത്തോട് യാത്ര ചോദിച്ചില്ലേ? പിന്നെ താങ്ങും തണലുമായുണ്ടായിരുന്ന ആമിന ഉമ്മ റളിയല്ലാഹു അൻഹാ, ആ പൊന്നുമ്മയും 6ാമത്തെ വയസ്സിൽ വിട ചോദിച്ചപ്പോൾ ഒരു അനാഥ ബാലന്റെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ അനുഭവിച്ച അറിഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറിയ കുട്ടിയുടെ പരാതി കേട്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. അവിടുന്ന് എണീക്കുകയാണ് ആ സദസ്സിൽ നിന്ന്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലുള്ള, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലുള്ള വലിയ വലിയ പണക്കാരിരിക്കുന്ന സദസ്സാണ്. എന്നാലും മുത്തുനബി അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കങ്ങ് കയറി ചെന്നിട്ട് ഭാര്യമാരെ വിളിക്കുന്നു. യാ ആല ബൈത്തി റസൂലില്ലാഹ്, ഓ റസൂലുള്ളാഹിന്റെ വീട്ടുകാരെ. മുത്തുനബി സ്വന്തം ഭാര്യമാരെ വിളിക്കുകയാണ്. ഓ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ, ഹലുമ്മു മിമ്മാ ഫീ ബൈത്തി ആലി റസൂലില്ലാഹ്, നിങ്ങളെ വീട്ടിൽ വല്ലതുമുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് തരുമോ? ഇതാ അപ്പുറത്തൊരു ചെറിയ കുഞ്ഞിമോന് പരാതിയുമായി വന്നിരിക്കുന്നു. ഒരു ചെറിയ കുട്ടി സങ്കടം ബോധിപ്പിച്ചിരിക്കുന്നു. ആ കുട്ടി ഒന്ന് തലോടാൻ നിങ്ങളെ കയ്യിൽ വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ ആകെ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം പാത്രത്തിലാക്കി ഹബീബിന്റെ കയ്യിൽ കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഈ ചെറിയ കുട്ടിയുടെ കയ്യിലേക്ക് ഈ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ നിറയുന്ന കണ്ണുകളോടെ, തുടിക്കുന്ന ഹൃദയങ്ങളോടെ ആ ചെറിയ കുട്ടി ഭക്ഷണവുമായി ഹബീബിന്റെ സന്നിധാനത്ത് നിന്ന് സന്തോഷത്തോടുകൂടെ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ വാതിൽക്കലങ്ങെത്തിയപ്പോ അതാ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. സഅദ് തങ്ങൾ ഈ ചെറിയ കുട്ടിയെ അടുത്ത് വിളിച്ചു. സ്വന്തം പോക്കറ്റിൽ ഒരു തുള്ളി കാശ് കൊടുക്കാൻ ഇല്ലാതിരുന്നിട്ടും സഅദ് തങ്ങൾ ആ ചെറിയ മോനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ തലയിലിങ്ങനെ തലോടിക്കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് സഅദ് തങ്ങൾ അങ്ങ് കയറി വന്നപ്പോ മുത്തുനബി വിളിക്കുകയാണ്. ഓ സഅദേ, ബാപ്പയില്ലാത്ത സങ്കടത്തിൽ കഴിയുന്നൊരു ചെറിയ കുട്ടി ഭക്ഷണമില്ലാത്ത ടെൻഷൻ നമ്മളോട് വന്നു പറഞ്ഞപ്പോ നമ്മൾ കഴിവിന്റെ പരമാവധി ആ കുഞ്ഞിമോന് സഹായം ചെയ്തു കൊടുത്തു. ആ കുട്ടി നമ്മുടെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ചെയ്തൊരു പ്രവർത്തനമില്ലയോ? സഹായിക്കാൻ നിങ്ങളെ കയ്യിൽ കാശില്ലെങ്കിലും ആ കുട്ടിയുടെ തലയിൽ നിങ്ങളൊന്ന് കൈകൊണ്ട് തലോടിയില്ലേ? സഅദേ, നിങ്ങൾക്കത് മതിയാകും. 2 ലോകവും രക്ഷപ്പെടാൻ ആ കുഞ്ഞിമോന്റെ തലയിൽ നിങ്ങൾ തടവിയത് എമ്പാടും മതിയാകും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കുട്ടിയുടെ തലമുടിയിൽ നിന്ന് എത്ര മുടികളാണോ സഅദേ നിങ്ങളുടെ കൈവെള്ളയിൽ പതിഞ്ഞുപോയത്, അത്രത്തോളം ദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. അത്രത്തോളം വലിയ പദവികളും അല്ലാഹു നിങ്ങൾക്ക് ഉയർത്തി തന്നിട്ടുണ്ടെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊരിക്കലും അനാഥകളുടെ അന്നം മുടക്കുന്നവരാകരുത്, യതീംഖാനയിലേക്കുള്ള അരിമുടക്കികളാകരുത്. അത് ചെയ്യുന്ന വലിയ വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആലിമീങ്ങളും സാദാത്യങ്ങളും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ആ വഴിയിൽ കല്ലും മുള്ളും വിതറുന്നവരാകരുത്. എത്രത്തോളം വിശുദ്ധ ഇസ്ലാം
അനാഥ മക്കൾക്ക് കൊടുത്ത പവർ എത്രയാണ്. സ്വന്തം മക്കളെ മുമ്പിൽ വെച്ചിട്ട് അനാഥ മക്കളെ പിടിച്ച്, സ്വന്തം മക്കളെ അനാഥ മക്കളെ മുമ്പിൽ വെച്ച് ചുംബിക്കരുതെന്ന് വരെ പറഞ്ഞ മതമാണ് ഇസ്ലാം. കേരളത്തിൽ അറിയപ്പെട്ട വലിയ ഒരു സാഹിത്യകാരൻ, ആളൊരു മാപ്പിളയല്ല, ആ മനുഷ്യൻ പറയാൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പരിചയപ്പെടുത്തിയ വലിയ വലിയ സിദ്ധാന്തങ്ങൾ, തിയറികള്, അവിടുത്തെ അധ്യാപനങ്ങൾ, അതിന്റെ കൂട്ടത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച അധ്യാപനം അനാഥ മക്കളെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ വാത്സല്യം കൊടുത്ത് ഓമനത്വം കൊടുത്ത് ചുംബിക്കരുത് എന്ന് പറഞ്ഞ മതമാണ്. അത്രയും വലിയൊരു തിയറി പഠിപ്പിച്ച മതം, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആ സാഹിത്യകാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞില്ല, വിശുദ്ധ ഇസ്ലാം അതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അങ്ങാടിയിൽ നിന്ന് നമ്മൾ വരുമ്പോ കുഞ്ഞുമക്കളെ സന്തോഷിപ്പിക്കാൻ മിഠായിയുടെ പൊതിയുമായി നമ്മൾ വരും. ഇസ്ലാം പറഞ്ഞു, കഴിയുമെങ്കിൽ ഒരു പൊതിയും കൂടെ എക്സ്ട്രാ വാങ്ങണം, എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലുള്ള അനാഥ കുട്ടിക്കൊന്ന് കൊടുക്കാൻ കഴിയണം. അതിന് നിനക്ക് കഴിയൂലേ? അനാഥ ബാലൻ കാണുന്ന രൂപത്തിൽ നിന്റെ മക്കൾക്ക് നീ മിഠായി കൊടുക്കല്ലേ. കാരണം ഈ മക്കൾ ഈ മിഠായി വായിലിട്ടിങ്ങനെ ചവക്കുന്ന സമയത്ത് ഈ കുഞ്ഞിമോന്റെ മനസ്സ് പൊട്ടിപ്പോകും. പടച്ചോനെ, ഇതുപോലൊരു സ്നേഹം പകർന്നു തരാൻ, ഇതുപോലെയൊന്ന് സന്തോഷിപ്പിക്കാൻ എനിക്കൊരു ഉപ്പയില്ലാതെ പോയല്ലോ. ഈ കുട്ടിയുടെ മനസ്സ് പൊട്ടുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വലിയ പവർ ഇസ്ലാം കൊടുത്ത മക്കളാണ് അനാഥ മക്കൾ. അള്ളാഹു നമ്മളോട് പറയുന്നു, ദീനിന് കുതിര കയറുന്ന, ദീനിന്റെ നിയമങ്ങളെ കളങ്കപ്പെടുത്തുന്ന ആളുകളുടെ ഒന്നാമത്തെ വിശേഷണം ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥ ബാലങ്ങളുടെ സർവ്വ അവകാശങ്ങളും തട്ടിയെടുക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഒന്നാമത്തെ വിശേഷണമാണെങ്കിൽ, രണ്ടാമത് വിശുദ്ധ ഇസ്ലാം പറയുന്നു, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. യതീമക്കളെ അവഗണിക്കുന്നു മാത്രമല്ല, അതിന്റെ രണ്ടാമത്തെ ഒരു രൂപമാണ് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. നാട്ടിലെ പട്ടിണി പാവങ്ങളോട് ഒരു പരിഗണനയും കാണിക്കൂല. പാവം ജനങ്ങളുടെ വിഷയത്തിൽ ഒരു താല്പര്യവും അയാൾക്കുണ്ടാകൂല. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയങ്ങളാണെങ്കിലും മറ്റേത് മേഖലയാണെങ്കിലും കഴിവിന്റെ പരമാവധി നാട്ടുകാരൊക്കെ സഹകരിക്കുമ്പോ ഇയാള് മാറി നിൽക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കാനുണ്ട്, പിരിവുണ്ട് എന്ന് പറയുമ്പോ ഇയാളുടെ മനസ്സ് വറക്കും. കഴിവിന്റെ പരമാവധി അയാൾ മുടക്കാൻ ശ്രമിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്നില്ലെങ്കിലും മുടക്കികളാകരുത്. അതാണ് ഇസ്ലാം ഇവിടെ പരിചയപ്പെടുത്തിയത്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അയാള് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂല എന്നല്ല ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്. വലാ യുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കൂല എന്നല്ല. മറിച്ച് ഇസ്ലാം പറഞ്ഞത്, അല്ലാഹു തആല പ്രയോഗിച്ച ശൈലി വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. കൊടുക്കുന്ന ആളുകളെ കൊടുക്കാനും അയാൾ സമ്മതിക്കൂല. ഇല്ലേ, നമ്മളെ നാടൻ ഭാഷ പറയാറില്ലേ, വലിയൊരു കവുങ്ങ് മുറിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ തോള് വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ചില ആളുകൾ അതിനെ പിടിച്ച് തൂങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? എത്രത്തോളം ആളുകൾക്ക് അത് സങ്കടപ്പെടും. തൂങ്ങുന്നത്, താങ്ങുന്ന സ്വഭാവമില്ലെങ്കിലും തൂങ്ങുന്ന സ്വഭാവം ഉണ്ടാകരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാമി പറഞ്ഞത്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ട ജനങ്ങൾക്ക് ആരെങ്കിലും സാന്ത്വനം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കണ്ടാൽ, അവർക്ക് മരുന്ന് വാങ്ങാനുള്ള കാശ് കൊടുക്കുന്നു എന്ന് കണ്ടാൽ, വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നു എന്ന് കണ്ടാൽ, ഇദ്ദേഹം ഒരു വിലങ്ങ് തടിയായി പ്രവർത്തിക്കും. എല്ലാത്തിനും മുടക്കാൻ ശ്രമിക്കുന്നവനായി മാറുന്നതാണ് എന്ന് ഇസ്ലാം ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്.
എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നാൽ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികൾക്ക് ഈ സ്വഭാവം അന്യമാണ്. പാവങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുടക്കുന്നത് വിശ്വാസിക്ക് പറ്റൂല. ഖുർആൻ പറഞ്ഞല്ലോ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പരസ്പരം സഹകരണത്തിന്റെ മേഖലയാണ് വിശുദ്ധ ഇസ്ലാം ലോകത്ത് പരിചയപ്പെടുത്തിയത്. മുടക്കുന്ന ഒരു സ്വഭാവം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇയാളുടെ സ്വഭാവം ഉണ്ടാകുന്നത് എന്ത് അവകാശങ്ങൾ എവിടുന്ന് കിട്ടുകയാണെങ്കിലും ചിലപ്പോൾ എത്രത്തോളം കടുങ്കൈ അയാൾ പ്രയോഗിക്കും. ഗവൺമെന്റിന്റെ മേഖലയിൽ നിന്നോ അല്ലാത്ത സുമനസ്സുകളുടെ മേഖലയിൽ നിന്നോ പാവങ്ങൾക്ക് വല്ല ഫണ്ടും കിട്ടുന്നു എന്ന് കണ്ടാൽ ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം പോക്കറ്റിലേക്കാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും നടക്കുന്ന ഒരു അപകടമാണത്. പാവങ്ങൾക്ക് വല്ലതും എവിടെന്നും കിട്ടുന്നുവെന്ന് കണ്ടാൽ ഞാൻ എത്ര വലിയ സ്വാധീനമുള്ളവനാണെങ്കിലും അഥവാ ചില ആളുകളെ കാലുകൾ പിടിച്ചുകൊണ്ട് ചില രേഖകൾ ഞാൻ പടച്ചുണ്ടാക്കി ആ ഫണ്ട് തട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ദീനിനെ കുതിര കയറിയ, ദീനിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്ത മനുഷ്യരുടെ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേരെ മറിച്ച് നല്ല മനസ്സോടുകൂടെ പാവങ്ങളുമായി സഹകരിക്കാൻ കഴിയണം. അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കരുത്. വിശക്കുന്ന ആളുകൾ, പച്ചപ്പട്ടിണി പാവങ്ങളായ ആളുകൾ, കഴിയുമെങ്കിൽ അവർക്കൊരു നല്ല സഹായം ചെയ്തു കൊടുക്കണം. പലപ്പോഴും നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് കടന്നു വരുന്ന യാചകന്മാരുണ്ട്. ഞാൻ യാചനയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് ആ യാചിച്ചു വരുന്ന പട്ടിണി പാവങ്ങള് ഒരുപക്ഷെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ടുണ്ടാവും. ദാഹിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്ക് വരെ നമ്മുടെ ഒരു മനസ്സ് മാറിപ്പോവുകയാണ്. നമ്മൾ അദ്ദേഹത്തോട് കയർക്കുകയാണ്. ആ പാവം എത്ര നടന്നിട്ടാണ് വരുന്നത്. ഒരിക്കൽ പോലും അവിടെ നമ്മൾ വിലങ്ങുതടിയാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അവകാശവും അവർക്ക് അർഹതപ്പെട്ടത് തട്ടിയെടുക്കാൻ നമുക്ക് പാടില്ല. വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തോളണം കഴിയുമെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു നല്ല വാക്കുമെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇവിടെ അടുത്തെവിടെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടാകുമോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചാൽ ചില ആളുകളുടെ സ്വഭാവം മാറുകയാണ്. റോട്ടിലിറങ്ങിയാൽ നോക്കിയാൽ പോരെ, ഹോട്ടലുണ്ടോ എന്ന് എന്നോട് ചോദിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൂടാകുന്നവരാണോ? ഈ പറയപ്പെട്ട വിഭാഗത്തിന് നമ്മൾ പെട്ടുപോകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അതാ മുളർ ഗോത്രത്തിൽ നിന്ന് 50ഓളം പട്ടിണിപ്പാവങ്ങള് അവർ വരുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിട്ടില്ല, അന്യമതസ്ഥരായിരുന്നു അന്നവര്. ആ 50ഓളം പട്ടിണിപ്പാവങ്ങള് മദീനത്തെ പള്ളിയിൽ ഹബീബിന്റെ ചാരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാൻ കടന്നു വന്നപ്പോ ഈ പാവങ്ങളെ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ മനസ്സലിഞ്ഞു പോയി. മുത്തുനബി സഹാബികളോട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഒന്ന് സഹകരിക്കാൻ കഴിയുമോ? കണ്ടില്ലേ പട്ടിണി പാവങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കൂ നിങ്ങൾ. എത്ര നാളുകളായിട്ടുണ്ട് ഇവര് ഭക്ഷണം കഴിച്ചിട്ട്. ഇവർക്കൊരു നേരത്തെ അന്നം കൊടുക്കാൻ ആരുണ്ട് സ്വഹാബികളെ നിങ്ങളെ കൂട്ടത്തിലൊന്ന് ചോദിച്ചപ്പോ ചില ആളുകൾ ചോദിച്ചു, അല്ല നബിയേ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാൻ വന്നവരല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ട് പോരെ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോരാ, വിശക്കുന്ന ആളുകൾക്ക് ആദ്യമായി വേണ്ടത് ഭക്ഷണമാണ്. ഭക്ഷണം കൊടുത്തിട്ട് വിശപ്പ് മാറിയിട്ട് മതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറഞ്ഞു കൊടുക്കുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വലിയ പവറാണ് പട്ടിണി പാവങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാം കൊടുത്തത്. അവർക്കുള്ള ഒരു ഫണ്ടും നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്.
അവരുടെ എല്ലാ സഹായ മേഖലകളിലും നമ്മൾ വിലങ്ങുതടിയാകരുത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾക്ക് പട്ടിണി പാവങ്ങളാണ്, അവർക്ക് വല്ലതും ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നു എന്ന് കണ്ടാൽ നമ്മളവിടെ പാര വെക്കുന്നവരാകരുത്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നത് മുഴുവനും വിലങ്ങുതടിയായി അതിനെ മുടക്കുന്നവരാകുന്നു. ദീനിനെ കുതിര കയറുന്ന ആളുകളെ സ്വഭാവമെന്ന് വിശുദ്ധ ഖുർആൻ. ചില ആളുകൾക്ക് ഹലാലും ഹറാമും ഒന്നും ഉണ്ടാകൂല. അവർക്ക് അവരുടെ പോക്കറ്റ് നടക്കണം, അവർക്ക് ജീവിക്കണം. മറ്റുള്ളവരിന് എന്തായാലും ഇവർക്കൊരു പ്രശ്നമില്ല. ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്ന ആളുകള് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു തിയറിയാണ്. ഹറാമായ സ്വത്തിൽ നിന്ന് വല്ലതും നമ്മുടെ ശരീരത്തിൽ മുളച്ചിട്ടുണ്ടോ, നമുക്കൊരു മാംസകഷ്ണം ഉണ്ടായിട്ടുണ്ടോ, രക്തത്തുള്ളി ഉണ്ടായിട്ടുണ്ടോ, ഫന്നാറു ഔലാ ബിഹി, അതിലേറെ നരകമാണ് നല്ലതെന്ന് വിശുദ്ധ ഇസ്ലാം. എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ട ആളാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. പാവങ്ങളുടെ സ്വത്ത് അപഹരിച്ച് ഇല്ലാത്ത രേഖകൾ ചമച്ചുണ്ടാക്കി പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടോ അവര് മുഴുവനും ഇതിൽ പെട്ടുപോകുന്നതാണ്. ഈ രണ്ട് മേഖലയാണ് ജനങ്ങളോടുള്ള ബന്ധം തീരെ വഷളായി തീരുമെന്ന് പറഞ്ഞതിന് ഉദാഹരണം പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദീനിനെ കുതിര കയറുന്നവർക്ക് ആദ്യമായുണ്ടാകുന്ന സ്വഭാവം ജനങ്ങളോടുള്ള പരിഗണനയും അവരോടുള്ള സമീപനവും പാടെ വഷളായി തീർന്നവരായിരിക്കും. അത് ഒന്ന് യതീമുകളെ ബുദ്ധിമുട്ടിക്കലാണ്, രണ്ടാമത്തത് സ്വാധീനം ഉപയോഗിച്ച് പാവങ്ങളെ കട്ടപ്പെടുത്തുന്നവരാണ്. ഇതിനുശേഷം ഇനി അല്ലാഹു തആല നമ്മളോട് പറയുന്നത്, മൂന്നാമത് അവർക്കൊരു സ്വഭാവം ഉണ്ടാവുക, റബ്ബിനോടുള്ള ബന്ധവും വഷളായവരാണ്. ജനങ്ങളെ പരിഗണിക്കൂലെന്ന് മാത്രമല്ല, സ്രഷ്ടാവായ റബ്ബിനെ പോലും അവര് പരിഗണിക്കൂല. അതിന്റെ ഏറ്റവും വികൃതമായൊരു രൂപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ ഒരു ആയത്തിലൂടെയാണ്, ഈ രണ്ടായത്തിലൂടെയാണ് അല്ലാഹു തആല അത് വിശദീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പലപ്പോഴും ബാധകമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആയത്താണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അല്ലാഹു തആല പറയുകയാണ്, വൈൽ എന്ന് പറയുന്ന സ്ഥലം അത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. റബ്ബിന് സുജൂദ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് വൈല് എന്ന് പറയുന്നത്. എന്താണ് വൈല്? വൈല് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നുണ്ട്, നാശമേ കഷ്ടമേ എന്ന് വിളിച്ചുകൊണ്ട് നാളെ നരകത്തിൽ വെച്ച് കേണപേക്ഷിക്കലാണ്. എനിക്ക് പറ്റിപ്പോയി റബ്ബേ, എനിക്ക് നഷ്ടമായി പോയി റബ്ബേ എന്ന് പറഞ്ഞ് എന്റെ നഷ്ടമേ, എന്റെ പ്രവർത്തനങ്ങളെ എന്ന് വിലപിക്കുന്ന കാഴ്ചയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ വന്യരായ ഉസ്താദവരുകൾ പൊള്ളുന്ന ആയത്തുകളുമായി അതിന്റെ ഭീകരത നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു വലിയ അദാബിന്റെ ലോകത്ത് കിടക്കുമ്പോ ഒരിച്ച് കരുണയ്ക്ക് വേണ്ടി മനുഷ്യൻ യാചിക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകള് മൂർത്താവിൽ കൈവച്ചുകൊണ്ട് വിലപിക്കുകയാണ്, വൈലേ മിൻ സ്വലാത്തേ, ഭൂമി ലോകത്ത് വെച്ച് ഞാൻ നിസ്കരിച്ച നിസ്കാരം കാരണം എനിക്കുണ്ടായ നഷ്ടമേ. ഇവിടെ ചില ആളുകൾ നിസ്കരിച്ചു പോയ നിസ്കാരത്തെപ്പറ്റി അവിടെ വിലപിക്കുകയാണ്. ആ ഒരു വല്ലാത്ത വിലാപമാണ് വൈല് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാര് നമ്മളോട് പരിചയപ്പെടുത്തുമ്പോ മഹാന്മാര് പറയുന്നു, എന്നാൽ വൈൽ എന്ന് പറയുന്നത് ഫൽവാദില്ലദീ യസീരു മിൻ സദീദി അഹ്ലി ജഹന്നം, അതേ നരകാവകാശികളായ ആളുകള് അവരുടെ ശരീരത്തിൽ നിന്ന് ചീഞ്ചലമൊഴുകുന്നുണ്ട്. ശക്തമായ അദാബിൽ പെട്ടുകൊണ്ട് അവരുടെ തൊലിക്കുള്ളിൽ നിന്ന് ചീഞ്ചലം പുറത്തേക്കൊഴുകുന്നുണ്ട്.
ആ ചീഞ്ചലം മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെട്ട മേഖലയാണ് വൈലെന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലം എത്ര വലിയ ദുർഗന്ധമായിരിക്കും, എത്ര വലിയ കട്ടപ്പാടുകളായിരിക്കും. അത്രയും വലിയ മോശമുള്ള സ്ഥലം റബ്ബ് കൊടുക്കുന്നത് ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ്. നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ആ സ്ഥലമുള്ളത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആരാണ് ആ നിസ്കാരക്കാര്? ശേഷമുള്ളവര് അല്ലാഹു തആല ശേഷം പറയുന്നുണ്ട്, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. മാപ്പിളയാണെന്ന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണെന്ന് പറയും, ഞാനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണെന്ന് പറയും. പക്ഷേ 5 നേരം നാഥന്റെ മുമ്പിൽ അർപ്പിക്കേണ്ട സുജൂദ് നിർവഹിക്കാൻ മറന്നു പോകുന്നവനാണ്. ഏത് രൂപത്തിലുള്ള മറവികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 നേരം അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആൾ മറന്നുപോയി. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ തൊട്ട് മറക്കുന്നവരാണ്. ഏതാണ് ആ മറവി? 3 നേരം വയറ് നിറച്ച് തിന്നാൻ ആൾ മറന്നിട്ടില്ല, മൊബൈലിൽ റീചാർജ് ചെയ്യാൻ ആൾ മറന്നിട്ടില്ല, മറ്റു പല ഏർപ്പാടുകളും അയാൾ മറന്നിട്ടില്ല. പ്രപഞ്ചനാഥന്റെ സൃഷ്ടിച്ച നാഥന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ശുക്ർ നടത്താൻ അവൻ മറന്നുപോയി. അവനേക്കാൾ നന്ദി കെട്ടവൻ വേറെ ആരുണ്ട്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ തൊട്ട് മറന്നു കളയുന്നവരാണ്. എങ്ങനെ മറക്കുന്നു? ഇമ്മാ അൻ ഫിഇലിഹാ ബിൽ കുല്ലിയ, ഒന്നുകിൽ തീരെ നിസ്കരിക്കാൻ അയാളെ കിട്ടൂല. നാട്ടിലെ എല്ലാ പരിപാടിക്കാളും സജീവാണ്. എവിടെ മരണം ഉണ്ടായാലും കല്യാണം ഉണ്ടായാലും സൽക്കാരം ഉണ്ടായാലും ഒക്കെ വിളിച്ചിട്ടില്ലെങ്കിലും അയാൾ വരും, ക്ഷണിഞ്ഞിട്ടെങ്കിലും വരും, വിജയിപ്പിച്ചു കൊടുക്കും. പക്ഷേ പള്ളിയിൽ നിന്നൊരു ഹയ്യാലസ്സല വിളിക്കുമ്പോ, ഒരു ഹയ്യാലിൽ ഫല പറയുമ്പോ അതിനോടൊന്ന് പ്രതികരിക്കാൻ അയാളെ കിട്ടൂല. തീരെ നിസ്കരിക്കാത്ത ആളുകളാണ് ആ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നത്. എന്നാൽ രണ്ടാമതിൽ പെടുന്നവരാരാണ്? പ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലദീന ഹും യുസല്ലൂന ഫിൽ അലാനിയ, 4 ആളുകൾ കാണുന്ന സമയത്ത് വലിയ നിസ്കാരക്കാരനാണ് അയാള്. ബാപ്പ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ, ഉമ്മ നോക്കുന്നു എന്ന് കണ്ടാൽ, ഭർത്താവ് ചോദിക്കുമോ എന്ന് വിചാരിച്ച്, ഭാര്യ എന്ത് കരുതുമെന്ന് വിചാരിച്ച്, നാട്ടുകാർക്കിടയിൽ പള്ളിയിൽ കയറിയിട്ടില്ലെങ്കിൽ മോശല്ലേ എന്ന് കരുതി, അല്ലദീന യുസല്ലൂന ഫിൽ അലാനിയ, പരസ്യമായി നിസ്കാരത്തിൽ സജീവമാണ്. വലാ യുസല്ലൂന ഫിസ്സിരി, രഹസ്യമായി നിസ്കരിക്കാൻ അയാളെ കിട്ടൂല. ഈ വിഭാഗം അതിൽ പെടുന്നവരാണെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. അവര് നിസ്കരിക്കും, പക്ഷേ എപ്പോഴും മനഃപൂർവം ഓരോ നിസ്കാരത്തിന്റെയും സമയത്തിന്റെ അവസാനത്തേക്ക് പിന്തിച്ചു വെക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കാം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ വാശി ഉണ്ടാകരുത്. നമുക്ക് പെട്ടുപോകാൻ ചിലപ്പോ. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. നേരെ മറിച്ച് മനഃപൂർവം അത് സമയായിട്ടില്ല എന്ന് പറഞ്ഞ് മനഃപൂർവം അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുന്ന ആളുകള്, അവരാണ് റബ്ബിനെ കുതിര കയറിയവരെന്ന് വിശുദ്ധ ഇസ്ലാം. അവർക്കാണ് വൈലെന്ന പ്രത്യേക റിസർവ് ചെയ്ത സീറ്റ് അല്ലാഹു തആല കൊടുക്കുന്നത് എന്ന് പരിശുദ്ധമായി മതം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനഃപൂർവ്വം അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുന്നവരാണ്. നാലാമത്തൊരു വിഭാഗമുണ്ട്. അവര് നിസ്കരിക്കും, പക്ഷേ നേരത്തിനു തന്നെയാണ് അവരുടെ നിസ്കാരമുള്ളത്. പക്ഷേ അവരുടെ നിസ്കാരത്തിൽ ശർത്തില്ല, ഫർളില്ല, ഒരു നിബന്ധനയും അവരെ പാലിക്കൂല. കണ്ടതുപോലെ തോന്നിയതുപോലെ നിസ്കരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, അള്ളാന്റെ മുമ്പിൽ 5 നേരം നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ
3 നേരം വയറ് നിറച്ച് ഭക്ഷിക്കാനുള്ള അന്നത്തിന് വകുപ്പ് കാണിച്ചു തന്നവനാണ് റബ്ബ്. ഇന്ന് ഈ വിനീതൻ കോഴിക്കോട് നിന്നിങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് വരികയാണ്, കുഞ്ഞുമോന് സുഖമില്ലാത്തത് കാരണമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് അസുഖം? അസുഖം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പറയാനൊരു മടി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ല സദസ്സക്കാണ് പോകണം, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം, നിങ്ങൾ സംഗതി പറയ്. അദ്ദേഹം പറയാൻ, എന്റെ മോന് വയസ്സ് 22 അള്ളാഹു തആല രോഗങ്ങൾക്കൊക്കെ ശിഫ കൊടുക്കട്ടെ, മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടാത്ത ഒരു രോഗം കൊല്ലങ്ങളായി ആ കുഞ്ഞുമോൻ അനുഭവിക്കുകയാണ്. രക്തമിങ്ങനെ വാർന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, മരണം വരെ ആ നിലക്കുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ ഇടങ്ങേറിലാക്കല്ലേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കൊരു രോഗവും അല്ലാഹു തആല തന്നിട്ടില്ലല്ലോ. എന്നിട്ട് പോലും ആ റബ്ബിന്റെ മുമ്പിൽ മര്യാദക്കൊന്ന് സുജൂദ് ചെയ്യാൻ നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ നന്ദി കെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ അറിയണം എന്താണ് അല്ലാഹു തആല പറയുന്നത്. ഒരു ഫർളും ഒരു ശർത്തും പരിഗണിക്കാതെ നിസ്കരിക്കുന്നവരാണ്. ഈ സദസ്സിന്റെ എല്ലാവിധ സന്തോഷവുമായ വന്യരായ തങ്ങളുപ്പാപ്പ എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് കാലം നമുക്ക് ആത്മീയമായും എല്ലാ നിലക്കും നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. പറഞ്ഞു വന്ന ആയത്ത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫർളും ഷർത്തും പരിഗണിക്കാതെ നിസ്കരിക്കുന്ന വിഭാഗമാണ് അവർക്കാണ് വൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈലി എന്ന് പറയുന്ന നരകമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ. അത് നിസ്കാരം, ആ നിസ്കാരം പക്ക കപട വിശ്വാസിയുടെ നിസ്കാരമാണ്, കാപട്യം നിറഞ്ഞ ആളുടെ നിസ്കാരമാണ് എന്ന് മുത്തുനബി പരിചയപ്പെടുത്തിയിട്ട് റസൂലുള്ള പറയുന്നു. അസ്ർ നിസ്കാരത്തെ പറ്റിയാണ് റസൂലുള്ള പരിചയപ്പെടുത്തുന്നത്. അസ്റിന്റെ ബാങ്ക് കൊടുക്കുന്നത് അയാള് കേട്ടിട്ടുണ്ട്, പക്ഷേ യജ്ലിസു, അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. യർഖുബു ശംസ, സൂര്യൻ അസ്തമിക്കുന്നത് അവനിങ്ങനെ കാണുന്നുണ്ട്. ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, സൂര്യൻ ഇങ്ങനെ സമുദ്രത്തിലേക്ക് അസ്തമിച്ചങ്ങ് വീഴാൻ നിൽക്കുന്ന സമയം അതുവരെ അവനിങ്ങനെ മാനത്ത് നോക്കി നിൽക്കുകയായിരുന്നു. പലപ്പോഴും മൊബൈലിൽ ഗെയിം കളിക്കുകയായിരുന്നു. പൂർണ്ണ ഓർമ്മയോടുകൂടെ തന്നെയാണ് അവന്റെ ഇരുത്തമുള്ളത്. പക്ഷേ സൂര്യനങ്ങ് അസ്തമിക്കുന്നത് കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മുത്തുനബി പറയാണ്, ഫനഖറ അർബഅ, 4 കൊത്തങ്ങ് കൊത്തുകയാണവൻ. നഖറ എന്ന് പറഞ്ഞ അറബി വാക്കിനർത്ഥം കൊത്തി എന്നാണ്. കോഴി കൊത്തുന്നത് പോലെ 4 കൊത്തങ്ങ് കൊത്തി തീർത്തു. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ, ആ നിസ്കാരത്തിൽ വേണ്ട ദിക്റുകളില്ല, വേണ്ടതുപോലെ ശർത്തും ഫർളും പാലിക്കുന്നില്ല. പണ്ഡിതന്മാര് പറയുന്നു, ദിക്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലം യതുമഇന്നാ, തുമഇനീനത്തെന്ന് പറയുന്ന ഒരു ഫർളുണ്ടല്ലോ നിസ്കാരത്തിന്, അതുപോലും അവര് പരിഗണിക്കുന്നില്ല. ആ നിസ്കാരം മുനാഫിഖിന്റെ നിസ്കാരമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ, പനപൂർവം മറന്നു കളയുന്നവരാണ്. എന്നിട്ട് അല്ലാഹു തആല അടുത്തത് പറയുകയാണ്, അല്ലദീന ഹും യുറാഊൻ, എന്ത് റബ്ബിന് വേണ്ടി അവർ ചെയ്യുകയാണെങ്കിലും നാട്ടുകാർക്ക് മുഴുവനും അതിനൊരു ഓഹരി അവർ കൊടുക്കും എന്ന് പറഞ്ഞാൽ 4 ആളുകൾ കാണാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യാനും അവരുണ്ടാകും. റബ്ബിന് ആ നിലക്കുള്ള ഇബാദത്ത് വേണ്ട.
അല്ലദീനഹും യുറാഊൻ, നാലാളുകൾ കാണാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കും, റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്തുകളായിരിക്കൂല. എന്നിട്ട് അല്ലാഹു തആല അവസാനമായി പറയുന്നു വയംനഊനൽ മഊൻ, എത്രത്തോളം അവര് ദീനിനെ കുതിര കയറും, അള്ളാന്റെ നിയമങ്ങളെ കുളച്ചൊടിക്കും. വയംനഊനൽ മഊൻ, പരസ്പരം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി സഹകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ വരെ പിശുക്ക് കാണിക്കുന്നവരാണ്, അതിനെ വരെ തടഞ്ഞു വെക്കുന്നവരാണ്. മഹാന്മാര് പറയുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാഴൂൻ എന്ന് പറഞ്ഞാൽ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായ്പ വാങ്ങുന്ന കുറെ സാധനങ്ങളുണ്ട്, പാത്രങ്ങളും ആയുധങ്ങളും പോലുള്ള സാധനങ്ങൾ. ഇതുപോലും കൊടുക്കാൻ അവരെ കിട്ടൂല, ഒരു സഹകരണത്തിന്റെ മനസ്സും കാണിക്കൂല. വേറൊരു പണ്ഡിതൻ പറഞ്ഞത് മഴൂൻ എന്ന് പറഞ്ഞാൽ അൽമാ, വെള്ളമാണ്. വെള്ളം വരെ തടഞ്ഞു വെക്കും. അപ്പുറത്തെ വീട്ടിൽ കിണർ വറ്റി വരണ്ടോ, അവര് വാഹനത്തിൽ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ഇയാളെ കിണറ്റിൽ സുലഭമായി വെള്ളം കിട്ടുന്നുണ്ട്, എന്നാൽ ഒരു ബക്കറ്റ് വെള്ളം പോലും ആ ജനങ്ങൾ കൊടുക്കൂല. ആ നിലക്കുള്ള ആളുകളായിരിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം. ഞാൻ അവസാനിപ്പിക്കട്ടെ മുഅ്മിനീങ്ങളെ, നമ്മൾ റബ്ബിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരാകരുത്, നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവരുമാകരുത്. പ്രത്യേകിച്ച് 5 നേരത്തെ നിസ്കാരം തോന്നിയതുപോലെയാകരുത്. വേണ്ട ചിട്ടയോടുകൂടെ നമ്മൾ നിർവഹിക്കണം, നമുക്കൊരു താല്പര്യം വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തോളം താല്പര്യം കാണിച്ച വിഷയം വേറെയില്ലല്ലോ. മക്കയുടെ മണലാരണ്യത്തിൽ കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞലിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചുമരിൽ ചാർത്തപ്പെട്ടു. റസൂലുള്ളാഹിനെ പീഡിപ്പിച്ചല്ലോ, മുത്തുനബി തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ത്വായിഫിന്റെ തെരുവോരങ്ങളിൽ പ്രബോധനം നടത്തുമ്പോൾ അങ്ങാടിപ്പിള്ളേര് കാലിനെറിഞ്ഞിട്ട് ഹബീബിന്റെ രക്തം പൊട്ടിയില്ലേ, റസൂലുള്ള തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. 53-ാമത്തെ വയസ്സിൽ സ്വന്തം ജന്മനാടിനോട് മുത്തുനബിക്ക് യാത്ര ചോദിക്കേണ്ടി വന്നില്ലേ? അക്രമകാരികളായ നാട്ടുകാർക്കെതിരെ ഹബീബ് പ്രതികരിച്ചില്ലല്ലോ. ഹിജ്റയുടെ 2-ാം കൊല്ലം ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് നടന്ന ധർമ്മസമരത്തിൽ അവിടുത്തെ മുമ്പിൽ ഷഹീദായില്ലേ? റസൂലുള്ളയൊന്നും പറഞ്ഞില്ലല്ലോ. ദീനിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകനായ ഹംസത്തുൽ കറാർ തങ്ങളെ കരള് ഉഹദിന്റെ രണാങ്കണത്തിൽ പിച്ച് ചീന്തപ്പെട്ടില്ലേ? മുത്തുനബി എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. തനിക്കേറ്റ പീഡനങ്ങൾക്കോ ആക്രമണങ്ങൾക്കോ റസൂലുള്ള ശത്രുക്കൾക്കെതിരെ ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സൊക്കെ വേദനിക്കേണ്ട ഒരു ഘടകം ഹബീബിന്റെ ജീവിതത്തിൽ കാണിച്ചു തരുന്നു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖന്തക്കിന്റെ രണാങ്കണത്തിൽ ബനു നളീറും ബനു ഖുറൈളയും മദീനയിലെ 2 ജൂതഗോത്രങ്ങളാണ്. അവർ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി മക്കാ മുശ്രിക്കുകളോട് കൂടെ കൂടിയിട്ട് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ വൈകുന്നേര സമയമായിട്ടും സമരം തീരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുകളിലേക്ക് നോക്കി. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ മനസ്സ് പൊട്ടിപ്പോയി. റബ്ബേ, അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കല്യാണം കഴിഞ്ഞ് ബന്ധുവീട്ടിൽ നിന്ന് 4 മണിക്ക് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സകല ബസ്സുകൾക്കും കൈ കാണിച്ചു. ഒരൊറ്റ ബസ്സും നിർത്താതെ പോകുമ്പോൾ 5:30 മണി വരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നിങ്ങൾ വാച്ചിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് പറയുന്നൊരു രംഗമില്ലേ? പടച്ചോനെ, മഗ്‌രിബിന്റെ മുമ്പ് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി എന്റെ മക്കൾക്കുള്ള ചോറ് വെച്ചിട്ടില്ലല്ലോ. അതിന് വേദനിക്കുന്നവരാണ് നമ്മൾ.
ബസ്സും വാഹനവും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങാടിയിൽ വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ട് കാത്തു നിൽക്കാതെ പോകും. അതുണ്ടാകരുതൊന്ന് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മളെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടെൻഷൻ എന്താണ്? റബ്ബേ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. രണ്ട് കൈകളും അങ്ങ് മേൽപോട്ടുയർത്തിയിട്ട് അതുവരെ ഒരൊറ്റ ശത്രുവിനെതിരെയും ദുആ ചെയ്യാത്ത മുത്തുനബി ഒരു അസ്ർ ഖളാ ആകുന്നു എന്ന് കണ്ടപ്പോൾ അവിടുന്നൊരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അംലഅ ഖുബൂറഹും വബുയൂതഹും നാറാ. പടച്ചോനെ, ഇവരെ കാരണമായി എന്റെ അസ്റങ്ങ് ഖളാ ആവുകയാണ്, നീ ഇവരെ നശിപ്പിക്കണേ അല്ലാ. ഈ ഒരു പാഠം എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. ബസ് കിട്ടാത്ത വേദനക്ക് നെഞ്ചുപിടക്കുന്ന നമുക്ക് അപ്പുറത്ത് വേറൊരു വേദന വേണം. റബ്ബേ, മഗ്രിബിന്റെ മുമ്പ് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ എന്റെ അസ്റും ഖളാ ആകുമല്ലോ, എന്റെ നിസ്കാരം നഷ്ടപ്പെടുമല്ലോ. ആ നിലക്ക് ചിന്തിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയണം. എന്നിട്ട് ഈ പറയപ്പെട്ട വിശേഷണങ്ങളിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അവസാനം സ്വർഗീയ ലോകത്ത് മഹാന്മാരുടെ ചാരത്ത്, പ്രത്യേകിച്ച് ഹബീബിന്റെ ദർബാറിലൊന്ന് ഒരുമിച്ച് കൂടാൻ കഴിയണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സകല വിഷയങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അഭിവന്ദരായ സയ്യിദ് അവറുകൾ ഇവരുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മളെ വേദിയിലെത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയും അവിടുത്തെ വലിയ ജ്യേഷ്ഠനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുപ്പാപ്പയും ഒക്കെ അടുത്ത കാലങ്ങളിലായി ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അഭിവന്ദരായ താജുൽ ഉലമ വഫാത്തായി പോയിട്ട് 2 വർഷം കഴിഞ്ഞു. അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ ജീവിച്ചിരിക്കുന്ന എല്ലാ സാദാത്യങ്ങൾക്കും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക്, ശൈഖുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള എല്ലാ ആലിമീങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ ഈ മജ്ലിസ് അഭിവന്ദരായ സയ്യിദ് അവർകളുടെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് സമാപിക്കുകയാണ്. കഴിഞ്ഞ 3 പ്രഭാഷണ വേദികൾ